ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെരുന്നാളിന് മുമ്പുള്ള ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കാണാൻ രസമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോവിന് ചെറിയൊരു പണി ഇട്ടിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക്കിനെ വിളിച്ചതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിലൊക്കെ. ഫേബറിൻ്റെ ആ ഒരു ഹോബാണ്. അപ്പോൾ അതിൽ സ്പാർക്ക് വർക്കാവുന്നില്ല, പിന്നെ ഫ്ലെയിം വളരെ ലോ ആയിട്ടാണ് കേട്ടോ കത്തുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ ആൾ വന്നിട്ട് ഒക്കെ റെഡിയാക്കി തന്നിട്ട് പോയി. പിന്നെ തലേദിവസം എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനൊരു സേമിയ പായസം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. പായസം വെക്കാനൊക്കെ എല്ലാവർക്കും എന്നെക്കാളും അടിപൊളിയായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി. പിന്നെ പായസത്തിനുള്ള സംഭവങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അട തിരക്കി നടന്നിട്ട് അട കിട്ടിയില്ല. അപ്പോൾ പിന്നെ സേമിയ കൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സേമിയ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹോബിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഇതിലേക്ക് മറിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, തിളച്ച് മറിയാൻ പാടില്ല. അപ്പോൾ ശർക്കര ഉരുകി വന്നപ്പോഴേക്കും ഞാൻ ആ ഒരു ഉരുകി അത്രയും അങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊങ്ങി ചാടൂലേ. അപ്പോൾ പിന്നെ ബാക്കി ശർക്കര ഉള്ളിൽ അലിയാൻ ബാക്കിയുണ്ട്. അപ്പോൾ അത് വീണ്ടും വെച്ച് കൊടുത്തു, അതുകൂടി ഒന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പാല് അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ അരി തിളച്ച് മറിയൂലേ, അതൊക്കെയാണ് കൂടുതൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുന്നത്. അപ്പോൾ അത് കൂടെ നിന്നിട്ട് നമ്മൾ തിളച്ച് മറിയാതെ തന്നെ നോക്കുക. അല്ലെങ്കിൽ പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഓഫ് ചെയ്തിടുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ തീരെ മറിയാതെ രക്ഷപ്പെടാം. അപ്പോൾ അതിൽ മറിഞ്ഞു കഴിഞ്ഞാൽ ബർണറിൽ എന്തെങ്കിലുമൊക്കെ അടഞ്ഞിട്ട് കത്താതാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടിപ്പ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനെയുള്ള സ്റ്റൗ ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. അങ്ങനെ പായസത്തിലേക്കുള്ള തേങ്ങയൊക്കെ ഇതിനിടയിൽ ഞാൻ ചിരവിയെടുത്തു. പിന്നെ ശർക്കര ഉരുക്കി കിട്ടിയിട്ടുണ്ട്, അത് അരിച്ച് മാറ്റി വെച്ചു. പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സേമിയ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ പായസം റെഡിയാക്കാൻ തുടങ്ങാം. പാനിലേക്ക് ഞാൻ ഒരു 2 വലിയ സ്പൂൺ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തേങ്ങ ഇവിടെ ഉണ്ടായ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിൽ വലിയ തേങ്ങാപ്പാലൊന്നും ഇല്ല, ഒരു നെയ്യ് അംശം കുറവുള്ള തേങ്ങയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് നെയ്യ് അധികം ചേർത്തത്. അപ്പോൾ നിങ്ങളതൊക്കെ തേങ്ങയുടെ ക്വാളിറ്റി അനുസരിച്ച് അതൊക്കെ മാറ്റം വരുത്തി ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നട്ട്സും കിസ്മസും ഒക്കെ ഒന്ന് വറുത്ത് കോരുകയാണ്. അപ്പോൾ പായസം വെക്കാൻ തുടങ്ങുമ്പം ആദ്യം നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരണം. അപ്പോൾ ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് സേമിയ വറുത്തെടുക്കാൻ പറ്റും. ഇവിടെ എല്ലാവർക്കും ഈ ഒരു പാൽപ്പായസത്തിനേക്കാളും നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു പായസമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അട കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇപ്പം സേമിയ കൊണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലൊരു പായസം, അത്രേ ഉള്ളൂ. അങ്ങനെ അണ്ടിപ്പരിപ്പും കിസ്മസും ഒക്കെ വറുത്ത് കോരിയില്ലേ, ആ ഒരു നെയ്യിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സേമിയ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്ക് നമുക്ക് ഉരുക്കി അരിച്ചെടുത്ത ആ ഒരു ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ശർക്കരയിൽ കിടന്നിട്ട് ഈ ഒരു സേമിയ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് ഒന്ന് സൈഡൊക്കെ വൃത്തിയാക്കി ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ശർക്കരയിൽ കിടന്നിട്ട് സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് പിഴിഞ്ഞെടുത്ത ഒരു 3-ാം പാലോ അല്ലെങ്കിൽ 2-ാം പാലോ ചേർത്തിട്ട് ഇത് വീണ്ടും തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ 2-ാം പാലിൽ കിടന്നിട്ടാണ് സേമിയ ഒന്നുകൂടി ഒന്ന് വെന്ത് വരുന്നത്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ കിസ്മിസും നട്ട്സും വറുത്തെടുത്തപ്പോൾ തന്നെ അതിലേക്ക് ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏലക്കയും കൂടെ ആ ഒരു നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് 1-ാം പാലോടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം സേമിയൊക്കെ വെന്തെന്ന് തോന്നിയതിന് ശേഷം വേണം നമ്മൾ ഈ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാനൊരു വറുത്ത കിസ്മിസും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുത്തു. കാരണം അതിന് പുറത്തിരുന്നാലേ പെട്ടെന്ന് തീർന്നു പോയാലോ, അതുകൊണ്ട് ഞാൻ വേഗം അതിലേക്ക് തട്ടിയതാണ്. ഇനിയിപ്പോൾ ഒരു നുള്ളു ചുക്കുപൊടിയോ ഒരു നുള്ളു ജീരകപ്പൊടിയോ ഒക്കെ ചേർക്കാം. അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല, ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ നെയ്യിൽ താളിക്കൂലേ, അതിനോടൊപ്പം നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല, മക്കളൊക്കെ ഇങ്ങനെ പെറുക്കി കളയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കിയതാണ് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ട് തിള പൊട്ടി വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ തീരെ വെള്ളം പോലെ ഉണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട, ആ ഒരു സേമിയ വെന്ത് കുറുകി വരുമ്പോഴേക്കും ഇത് കട്ടിയായിക്കോളും. പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ട് കുറച്ച് കുടുംബ വീട്ടിലേക്ക് കൊടുത്തു വിടാണ് കേട്ടോ, മോളുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചവ്വരി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ചവ്വരി ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ആ ഒരു സേമിയ ചേർത്തില്ലേ, ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. മോളിതാ സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും വീടെത്തി. അപ്പോൾ അവൾക്ക് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് കൊടുത്തതാ. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്യുന്ന തിരക്കിലാണ് ആള്. കൊച്ചു കൊച്ചു ഗിഫ്റ്റുകൾ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടുമ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവരത് പൊട്ടിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റും പിന്നെ അതാ ലോങ് ഒരു ഇയറിങ്സും ഒക്കെ, നല്ല ഭംഗിയുള്ള ഒരു ഇയറിങ്സും ഒക്കെ കിട്ടി. പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു കീ ചെയിനാണ് കേട്ടോ. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ ഈ ഒരു ഡോണറ്റ് പോലുള്ള സംഗതിയൊക്കെ. ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൾ താങ്ക്സ് ഒക്കെ പറഞ്ഞതാ വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. പിന്നെ ഞാൻ ആ ഒരു പായസമൊക്കെ കൊടുത്തു, അവളങ്ങനെ കഴിക്കുകയാണ്. പിന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ, കേക്ക് കട്ടിങ്ങും ഫ്ലവർ ഡെക്കറേഷനും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലുമൊക്കെ അതൊക്കെ ചെയ്യണമെന്നൊക്കെ മോഹമുണ്ട്. പിന്നെ അതാ ഐസ സ്കൂൾ വിട്ട് വന്നപ്പം ചോക്ലേറ്റും പിന്നെ അവളുടെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇത്താക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവളും അത് ഗിഫ്റ്റ് ചെയ്യാണ്. അങ്ങനെ കൊച്ചു കൊച്ചു സമ്മാനങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ബർത്ത്ഡേ കടന്നുപോയി. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ഒരുക്കങ്ങളാണല്ലോ അല്ലെ എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെരുന്നാൾ എന്ന് പറയുമ്പം ആദ്യം ഓടിയെത്തുന്ന സംഭവം ഇതാണ് കേട്ടോ, മൈലാഞ്ചി ഇടൽ. അപ്പോൾ അത് ചില സമയം തോന്നും വേണ്ട ഇടണ്ട എന്നൊക്കെ തോന്നും, പക്ഷെ എന്നാലും ആ ഒരു ചെടിയിൽ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പം എന്തായാലും അത് പറിച്ചിട്ട് അരച്ചിടാൻ തോന്നും. അതാ മൈലാഞ്ചിയൊക്കെ പറിച്ച് അരച്ച് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റാനുണ്ട്. വീക്കിലി വൺസ് നമ്മൾ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല മണമൊക്കെ ആയിരിക്കും. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്കായിരിക്കും ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരാഴ്ചക്കൊരിക്കൽ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റണം. അപ്പോൾ പെരുന്നാളെന്ന് പറഞ്ഞ് പുതിയ ബെഡ്ഷീറ്റൊന്നുമില്ല. അപ്പോൾ കഴുകി വെച്ചിരുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഞാൻ എന്തായാലും വിരിച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് വീട് അടിച്ചു വാരലും തുടക്കലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആയപ്പം കോഴികളൊക്കെ ഒന്ന് കൂട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തേങ്ങ വീണ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൂടി എടുത്തു. ഇരുട്ട് വീഴുന്നതിന് മുമ്പേ ചെയ്യുന്ന കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കോഴി അടയ്ക്കൽ, പിന്നെ എന്തെങ്കിലും പുറത്തിങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെക്കൽ, തുണികളൊക്കെ പറക്കി മടക്കി വെക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ചെയ്ത് തീർക്കലാണ്. ഒരുപാട് കോഴികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോ അസുഖം വന്നിട്ട് അങ്ങനെ ചത്തുപോയി. ഇനിയിപ്പം 4 എണ്ണമാണ് കേട്ടോ അവസാനം ബാക്കിയായത്. അപ്പോൾ ഒരു കുഞ്ഞ് മുട്ടയൊക്കെ ഇടുന്നുണ്ട് ഇവർ. അങ്ങനെ കോഴികളൊക്കെ അടച്ചതിന് ശേഷം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പണികളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. അപ്പം നഖത്തിൽ എന്തായാലും നേരത്തെ വെക്കാമെന്ന് കരുതി. പിന്നെ ട്യൂബ് മൈലാഞ്ചി വാങ്ങുകയാണെങ്കിൽ കൈയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കാമെന്ന് കരുതി. മൈലാഞ്ചി ഇട്ടപ്പോഴേക്കും ഇക്ക വന്നു. ഇനിയിപ്പം എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ എന്തായാലും മൈലാഞ്ചി കഴുകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പെരുന്നാൾ പർച്ചേസ് ഒന്നുമല്ല, അത്യാവശ്യം തീർന്നു പോയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ലിസ്റ്റ് ചെയ്യാറുള്ളത്. നമ്മളങ്ങനെയാണ് പെരുന്നാളിന് സാധനം വാങ്ങുന്നതായാലും എന്താണോ തീർന്നിട്ടുള്ളത് അതിന് മുൻഗണന കൊടുത്തിട്ട് അങ്ങനെ അതൊക്കെ ആദ്യം വാങ്ങലാണ് പതിവ്. അങ്ങനെ മക്കൾക്ക് പൊറോട്ട കഴിക്കാൻ മോഹമായിട്ട് അങ്ങനെ പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സുഹേലിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. തൊട്ടടുത്തുള്ള ഒരു കടയാണ് വഴിമുക്കിലുള്ളത്. അപ്പോൾ ഒരു സുഹേലത്തെ പൊറോട്ടയും ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ സുഖേലത്തെ പൊറോട്ടയൊക്കെ സുഖമായിട്ട് അങ്ങനെ തട്ടിവിട്ടു. ഇനിയിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ബോക്സിലേക്കൊക്കെ ആക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടിയാണ് കേട്ടോ വാങ്ങുന്നത് തുണി കഴുകാനായിട്ട്. ഹെൻകോയുടെ നല്ല മണമുള്ള പിന്നെ നല്ല ക്ലീൻ ആവുന്ന പൊടിയാണ്. അപ്പോൾ അത് ഒരു ബോട്ടിലാക്കി വെച്ചു. അപ്പോൾ കുറച്ച് അവിടെ ടേബിളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത്
വൃത്തിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാതെ ഉടൻ തന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ എൻ്റെ പോളിസി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈദിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മൊത്തത്തിൽ സ്കൂളൊക്കെ തുറന്ന് അഡ്മിഷനും ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചീട്ട് കീറിയിരിക്കുന്ന സമയത്താണ് ഈദും കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പർച്ചേസ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പെരുന്നാൾ തിങ്കളാഴ്ചയാണ്. നമ്മൾ ശനിയാഴ്ച അന്ന് വൈകുന്നേരമാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോണത്. നമുക്ക് കാറും വണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനും മോളും ബസ്സിലാണ് പോണത്. ഇക്കായും ഐസയും ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ ബൈക്കിൽ പോണവർ നേരത്തെ തന്നെ എത്തും. അപ്പം നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി ബാലരാമപുരത്തുള്ള ട്രെൻഡ്സിലേക്കാണ് കേട്ടോ വന്നത്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഉണ്ട് ട്രെൻഡ്സിൽ. ഇപ്പോൾ ഇതിൻ്റെ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും ചെറിയ മോളും ഇക്കായും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ചൊക്കെ അങ്ങനെ നോക്കി. അപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അവൾക്ക് ഈ ഒരു ടീഷർട്ട് പാൻസ് ആ ടൈപ്പാണ് കേട്ടോ പിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും ഓരോരുത്തർക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ബില്ല് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. നമ്മൾ ഷോപ്പിനുള്ളിലായിരുന്ന സമയത്ത് പുറത്ത് ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കടയുടെ ഉള്ളിലായതുകൊണ്ട് തന്നെ അതൊന്നും അറിഞ്ഞില്ല. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചുരിദാർ എടുക്കുമ്പം ഒരു ചുരിദാർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ മാർജിൻ ഫ്രീയിലേക്ക് വിട്ടു. അവിടെ നിന്ന് ബാക്കി സാധനങ്ങളൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി നേരെ മാർജിൻ ഫ്രീയിലേക്ക് പോയി. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. പെരുന്നാളിന് എന്താ ഇവള് ചൂലും കാര്യങ്ങളൊക്കെ വാങ്ങിയെന്നായിരിക്കും നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവുക. ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചൂലും പിന്നെ ബാത്റൂം കഴുകുന്ന ഈ ഒരു ലോങ് ബ്രഷൊക്കെ ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് കരുതുന്നതാണ്. കാരണം നമ്മളിങ്ങനെ കുമ്പിട്ട് കഴുകി നടുവിൻ്റെ പീസ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നീളമുള്ള ഇങ്ങനെ ലോങ് ബ്രഷാണെങ്കിൽ നമുക്കൊരു സുഖമല്ലേ കഴുകാനായിട്ട്. പിന്നെ ഒരു ചിരവയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിരവയുടെ സ്ക്രൂ ഒക്കെ പോയി. അപ്പോൾ അതിങ്ങനെ തേങ്ങ തിരുവുമ്പോഴേക്കും ഇളകി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു ചിരവയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമുക്കത് സ്ലാബിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരുവിയതിന് ശേഷം തേങ്ങ ചിരവി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാനും പറ്റും. ആ ഒരു രീതിയിലുള്ള ചിരവയാണ്. നല്ല അടിപൊളി സംഭവമാണ്. 260 രൂപയുള്ളൂ അതിന്. പിന്നെ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ്, ചെറിയൊരു ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ, പിന്നെ ന്യൂഡിൽസ്, തീപ്പെട്ടി, അങ്ങനെ അവശ്യ സാധനങ്ങളൊക്കെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. പിന്നെ മക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഹിമാലയയുടെ ഈ ഒരു വെറ്റ് വൈപ്സ് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഓയിലി ഫേസ് ഉള്ളവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും. ചെറിയ വിലയൊക്കെ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളി സംഭവമാണ്. അങ്ങനെ ചിരവ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് എടുത്ത് മാറ്റിയിട്ട് വേറെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം. ഫിക്സ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ നമ്മളെടുത്ത ഈദ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അന്ന് കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഞാൻ അത് കാണിക്കുന്നില്ല. അതാണല്ലോ അതിൻ്റെ ഒരു സുഖം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കമൻറ്റിലൂടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.